ഹായ് ഫ്രണ്ട്സ്, ഇവിടെ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഞാൻ ഈ ഫ്ലവർ ചെയ്തിട്ടുള്ളത് ബട്ടർ ക്രീമോ അല്ലെങ്കിൽ വിപ്പിഡ് ക്രീമോ വെച്ചല്ല. അപ്പൊ ഞാൻ ആദ്യം ഇത് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിന്റെ അവസാനം ഞാൻ പറയുന്നുണ്ട് ഇത് ഞാൻ എന്ത് വെച്ചാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയി കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വിൽട്ടന്റെ 104 നോസിലാണ്. ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. ശരിക്കും ഫ്ലവർ ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. വിൽട്ടണിൽ 104 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോസ് പെറ്റലിന്റെ ടിപ്പ് എടുത്താൽ മതി. അതുപോലെ ഞാൻ ഇവിടെ ഈ കളറ് എടുത്തിട്ടുള്ളത് 2 ഡ്രോപ്പ് പർപ്പിളും അതുപോലെ തന്നെ 2 ഡ്രോപ്പ് പിങ്ക് കളറും കൂടി മിക്സ് ആക്കിയിട്ടാണ്. വിപ്പിഡ് ക്രീം വെച്ച് അതുപോലെ തന്നെ ബട്ടർ ക്രീം വെച്ചും ചെയ്തതൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് വെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ പഠിക്കുന്നവർക്ക് നല്ല ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. കാരണം ബട്ടർ ക്രീമും വിപ്പിഡ് ക്രീമും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു ചെലവുണ്ട്. ഇതാകുമ്പോൾ വലിയൊരു ചെലവില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല പെർഫെക്ഷനും കിട്ടും. നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്യാം. ഇവിടെ ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ 2-3 ഇലയും കൂടി ചെയ്യുന്നുണ്ട്. ഈ ഒരു കളർ ചെയ്തിട്ടുള്ളത് ബ്ലൂ അതുപോലെ തന്നെ യെല്ലോയും കൂടി മിക്സ് ആക്കിയിട്ടാണ്. അപ്പൊ എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ബ്ലൂ കൂടിപ്പോയി, അതാണ് ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ കളർ ആയത്. അപ്പൊ 3 ലീഫ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം ഞാൻ ഇത് എന്ത് വെച്ചാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ ഈ ഒരു വൈറ്റ് ബീൻസ് വെച്ചാണ് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ മധുരക്കിഴങ്ങില്ലേ അതിന്റെ സെയിം ടേസ്റ്റ് ആണ് ഇതിന്. അപ്പൊ ഇതുപോലെ നല്ല വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. അതുപോലെ റേറ്റും വലിയ റേറ്റ് ഒന്നും ഇല്ല. ഇവിടെ 1 കിലോയ്ക്ക് 8 ദിർഹംസ് മറ്റേ ഉള്ളൂ. അപ്പൊ ഇത് തലേന്ന് രാത്രി ഞാൻ വെള്ളത്തില് കുതിർത്ത് വെച്ചതാണ്. അതിനുശേഷം ഇതുപോലെ ഇതിന്റെ തൊലി ഒന്ന് കളയണം. ഈസി ആയിട്ട് കളയാൻ പറ്റും. അതിനുശേഷം ഇനി നന്നായിട്ട് വേവിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഒരു പാനിൽ വെച്ച് ആ അരപ്പ് ഒഴിച്ചതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റിച്ചെടുക്കുക. അപ്പൊ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ അത് ഉണ്ടാക്കിയ ഇതും കൂടി കാണിച്ചു തരാം. അപ്പൊ ഇതുപോലെ നമുക്ക് കിട്ടുക. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തതാണ്. ഈ ഒരു ഇതിൽ കിട്ടും. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ഇതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് അതിൽ ഞാൻ കളറൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തതാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനത് എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പൊ ഞാൻ ഈ 2 കളറാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക്